ഹൂത്തികൾ ഇസ്രായേലിനെ തലങ്ങും വിലങ്ങും ആക്രമിക്കുകയാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ഇസ്രായേലിൻ്റെ എയർപോർട്ടുകൾ, ഇസ്രായേലിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഹൂത്തികൾ ശക്തമായ ആക്രമണം നടത്തുകയാണ്. ഹൂത്തി മിലീഷ്യയുടെ ആക്രമണം നിമിത്തം ഇസ്രായേൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. ജനങ്ങളെല്ലാം സൈറൻ മുഴങ്ങിയപ്പോൾ ബങ്കറുകളിൽ ഒളിക്കുന്ന തിരക്കിലാണ്. എവിടെയും ബങ്കറുകൾ ആവശ്യമാണ്. ഏത് ഭാഗത്തും ഹൂത്തി ആക്രമണം ഉണ്ടായേക്കാം. അതിനിടയിൽ ഹൂത്തികളുടെ ചില മിസൈലുകൾ ഇസ്രായേൽ പ്രതിരോധ സംവിധാനം കൊണ്ട് തടഞ്ഞു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രായേൽ ആളുകൾ മരിക്കുന്നതും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതും മറച്ചു വെക്കുകയാണ്. പക്ഷേ വലിയ തരത്തിലുള്ള ഒരു നാശനഷ്ടങ്ങളിലേക്ക് ഇസ്രായേൽ പോവുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് 2000 കിലോമീറ്റർ അകലെ നിന്നും ഹൂത്തികൾ നടത്തുന്ന ഈ ആക്രമണത്തെ എത്രത്തോളം തടയാൻ കഴിയും എന്നുള്ളത് വ്യക്തമല്ല. അതിനിടയിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലി പ്രതിനിധി ഹൂത്തികളെ പാഠം പഠിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഹമാസിൻ്റെ നേതാക്കന്മാർക്കും ഹിസ്ബുള്ളയുടെ നേതാക്കന്മാർക്കും ഉണ്ടായ അവസ്ഥ ഹൂത്തികൾക്കും ഉണ്ടാകും. അത് ഉറപ്പാണ്. ഇസ്രായേൽ അത് ചെയ്തിരിക്കും എന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതിനിടയിൽ എയർപോർട്ടിൽ നിന്ന് ആളുകൾ ഈ സൈറൻ മുഴങ്ങിയപ്പോൾ ഓടുന്ന ചിത്രം കൊടുത്തിട്ടുണ്ട്. പല ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ചില ഫ്ലൈറ്റുകൾ വൈകിയാണ് ഓടുന്നത്. ജനങ്ങൾക്ക് ഈ എയർപോർട്ടിലേക്ക് വരുവാനോ ഫ്ലൈറ്റുകളിൽ കയറാനോ ഭയമായിരിക്കുകയാണ്. എല്ലാവരും ബങ്കറിൽ ഒളിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്നു. ആക്രമണം ഗസയിൽ മാത്രമല്ല, ടെല്ലവീവിലും ഇസ്രായേലിൻ്റെ ഏത് പ്രദേശത്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വലിയ തരത്തിലുള്ള ഒരു ആക്രമണമായിട്ട് നമുക്കിതിനെ കണക്ക് കൂട്ടാം. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഇസ്രായേൽ ഭയപ്പെട്ട ഒരു ആക്രമണമില്ല. ഹൂത്തികൾ ആണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ അധിനിവേശ ചരിത്രത്തിലും ഏതാണ്ട് 70 വർഷത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിലും ആദ്യമായിട്ട് ഇസ്രായേൽ വ്യാപകമായ ആക്രമണം നേരിടുന്നു. ബോംബ് ഷെൽട്ടറുകളിലേക്ക് ഓടി ഒളിക്കുന്ന ആളുകളെയാണ് ഇസ്രായേൽ എങ്ങും കാണുന്നത്. എവിടെയും സൈറൻ മുഴങ്ങുകയും രാജ്യം മുഴുവനും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയും ചെയ്യുന്നു. സിറിയയിലെ ഗോലൻ മലകളിൽ കൊണ്ടുപോയി സൈനികരെ നിർത്തിയ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു മണ്ടത്തരം ഉണ്ടായിരിക്കുന്നു. കാരണം സയനിസ്റ്റ് റിജീമിനെ ഞങ്ങൾ തകർത്തിരിക്കുമെന്ന് ഹൂത്തികൾ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുന്നു. ഇസ്രായേലിൽ സൈനികരില്ല, സംവിധാനങ്ങളില്ല. അമേരിക്കയുടെ താഡ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇസ്രായേൽ കഷ്ടിച്ച് പ്രതിരോധിക്കുകയാണ്. എത്ര കാലം ഹൂത്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്രായേലിന് കഴിയുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വ്യാപകമായ നാശനഷ്ടങ്ങൾ നടത്തി ഇസ്രായേലിനെ എന്നേക്കുമായി വെല്ലുവിളിക്കുകയാണ് ഹൂത്തികൾ.